ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം നമ്മുടെ ആർ ജെ ബെൻസിയിൽ മറ്റേ ഒരു ഒറിജിനൽസ് എന്ന് പറയുന്നൊരു ചാനലുണ്ടല്ലോ, വീണയുടെ. അതിപ്പം ഹോസ്റ്റ് ചെയ്യുന്ന കാജലാണ്. കാജലും ആർ ജെ ബെൻസിയും കൂടെ ഉള്ളൊരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ മെയിൻ ക്യാപ്ഷൻ എന്ന് പറയുന്നത് തന്നെ നട്ടലില്ലാത്തവൻ ഷാനവാസ് എന്ന് ഞാൻ മുഖത്ത് നോക്കി വിളിച്ചു എന്ന് പറയുന്നൊരു സംഭവമാണ് ക്യാപ്ഷനാക്കി അവർ ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആർ ജെ ബെൻസി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്നത്, അതായത് ഹൗസിലേക്ക് ചെന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്താ പറയുക, ഈ പ്രശ്നങ്ങൾ നടക്കുമ്പം ഷാനവാസ് സൈലൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാം ഷാനവാസ് എന്തുകൊണ്ട് സൈലൻ്റ് ആയി എന്നുള്ളത് നമുക്കറിയാം, ബിക്കോസ് ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ബിൻസി, ലാസ്റ്റ് പോകാൻ നേരം, അതായത് റീ എൻട്രി കയറിയവരെല്ലാം തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകാൻ നേരം എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഓൾ ദ ബെസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് ഓൾ ദ ബെസ്റ്റ് കൊടുത്തപ്പോൾ ഷാനവാസ് പറഞ്ഞു അത്രേ, ബിൻസി അന്ന് ഞാൻ ശരത്തിൻ്റെ വാ പൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സംഭവമാണ്. എനിക്ക് അവനെ അറിയാം, നിന്നേക്കാൾ കൂടുതൽ എനിക്ക് അവനെ അറിയാം, സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊന്നും കേട്ടില്ല, ചിലപ്പോൾ പറഞ്ഞു കാണാം. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ആദ്യം തുടങ്ങിയത് ശൈത്യയാണ് ഷാനവാസിനോട് പറയുന്നത്. ഷാനവാസ് ആ ടൈമിൽ ആ ഒരു തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാതാണെന്നാണ് ഇപ്പോൾ ആർ ജെ ബിൻസി പറയുന്നത്. അതിനുശേഷം ഇതും കൂടെ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആർ ജെ ബിൻസി പറയുന്നൊരു കാര്യമുണ്ട്, അനുമോൾക്കും ഷാനവാസിനും കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ എടുത്തിട്ട് കണ്ടൻറ് ആക്കിയത് എന്ന്. എനിവേ, ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അവിടെ തീർന്നതാണ്. ഇനി ഒരു വീഡിയോ ഇടരുതെന്ന് ഞാൻ വിചാരിച്ചതുമാണ്. പക്ഷേ ആർ ജെ ബെൻസി ഷാനവാസിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പം എനിക്കൊന്ന് വീഡിയോ ചെയ്യണം തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പക്ഷേ ഷാനവാസിക്ക് അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെ അത് ആൾക്ക് ഫീൽ ആവണ്ട, അവൾ രണ്ടുപേർക്കും ലൈഫ് പുറത്തുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാവണം ആണ്. പക്ഷെ നമ്മൾ ലൈവ് കണ്ടിട്ട് നമുക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്, എത്രത്തോളം ചാച്ചൻ്റെ കാര്യങ്ങൾ, എൻ്റെ ചാച്ചനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായി നടന്ന ആൾക്കാരാണ് ഈ അപ്പാനിയും ആർ ജെ ബെൻസിയും. അതിനെപ്പറ്റി ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഷാനവാസിക്ക് പറഞ്ഞ ഈ കാര്യങ്ങൾ നട്ടലില്ലാത്തവനാണ് എന്ന് പറഞ്ഞ ടൈമിൽ ഷാനവാസിക്ക് ഓൾറെഡി അവിടെ ഇല്ലായിരുന്നു. നമ്മൾ ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം. ഷാനവാസിക്ക് അപ്പോൾ തന്നെ സൈലൻ്റായി പോകാൻ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അനുമോളെ എല്ലാവരും കൂടെ കയറി ഡീഗ്രേഡ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ എല്ലാം കൂടെ അറ്റാക്ക് ചെയ്തപ്പോൾ ഷാനവാസ് മിണ്ടാഞ്ഞതിൻ്റെ മെയിൻ റീസൺ അനുമോൾ ഒരു നന്ദിയില്ലാത്ത ഒരാളാണെന്ന് ഷാനവാസിക്കൊക്കെ മനസ്സിലായതുകൊണ്ടാണ്. അന്ന് ഓൾറെഡി അഭിലാഷിനോട് അത് പറഞ്ഞതാണ്. പിന്നെ അഭിലാഷും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന് അഭിലാഷിനും അറിയാമെന്നുള്ള രീതിയിലാണ് അഭിലാഷ് സപ്പോർട്ട് ചെയ്തത്. അപ്പം ആർ ജെ ബെൻസി വീണ്ടും ഈ ഇൻ്റർവ്യൂസിൽ വന്നിരുന്നുകൊണ്ട് ഈ ആൾക്കാരെ വലിച്ചഴക്കുന്നതുകൊണ്ടാണ് നമുക്കും ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. എനിവേ, ഷാനവാസിക്കപ്പോൾ ഓൾറെഡി ലൈവ് കഴിഞ്ഞ് ഷാനവാസിക്കയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ചാനൽസ് ഉണ്ട്. അതായത് പുള്ളിക്കാരൊന്ന് ചിരിച്ചാൽ, പുള്ളിക്കാരൻ ചിരിക്കുന്നതിൽ തന്നെ വേറെ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട്, വേറെ എന്തൊക്കെയോ ചിന്തയിലാണ് ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കും. അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് എന്താണ് വരുന്നത്. അന്ന് തന്നെ ഇപ്പോൾ ലൈവിൽ വന്നപ്പോൾ ഞാൻ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പി ആർ ഇല്ലാത്തത് കൊണ്ട് 3-ാം സ്ഥാനത്ത് കിട്ടിയിൽ അഭിമാനിക്കുന്നു. അത് ഉടനെ തന്നെ പി ആർ എന്ന് കേട്ടപ്പോൾ ഉടനെ അനുമോൾക്ക് പി ആർ ഉള്ളത് കൊണ്ടാണ് ജയിച്ചത്, അങ്ങനെ പല സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ്, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് പോലും അതെടുത്ത് പ്രതികരിച്ചു. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഇതുവരെ നിന്നിട്ടുമില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പം ആർ ജെ ബെൻസി പറഞ്ഞ ഈ കാര്യത്തിൽ നമ്മൾ ലൈവ് കണ്ടിരിക്കുന്ന അല്ലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്താണ് അപ്പാനിയും ബിൻസിയും അവിടെ ചെയ്തതെന്നും എന്തുകൊണ്ടാണ് ഷാനവാസിക്ക് അവിടെ സൈലൻ്റ് ആയതെന്നും. പിന്നെ നാട്ടിലില്ലാത്തവൻ എന്ന് പറഞ്ഞ കേസിൽ ഷാനവാസിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഇൻ കേസ് ഷാനവാസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ ആർ ജെ ബെൻസിക്ക് നല്ല കണക്കിന് കിട്ടിയേനെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ നേരെ നിന്ന് സംസാരിക്കാനാണ് എല്ലാവർക്കും പേടി. ആരും കേൾക്കാതെ അവിടെ എവിടെയും ബീം ബാഗിലും അവിടെ എവിടെയും പോയി സംസാരിക്കുന്ന പ്രകൃതി എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇൻ കേസ് നേരെ ഇന്ന് നട്ടലില്ലാത്തവനല്ലേ നീ എന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആർ ജെ ബെൻസിക്ക് നല്ല രീതിയിൽ കിട്ടിയേനെ ഷാനവാസിക്കയുടെ കയ്യിൽ നിന്ന്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, അന്ന് ആ ഒരാഴ്ച ഷാനവാസിക്ക് നല്ല എന്താ പറയുക, ഒരു അടിയോ ഒരു പിടിയോ ഒന്നും ഇല്ലാതെ, അതായത് ഒരു വഴക്കോ ഇല്ലാതെ നടക്കുന്നൊരു റീ എൻട്രി പീരീഡ് ആയിരുന്നു. കാരണം ലാസ്റ്റിലേക്ക് നടക്കുന്നൊരു സംഭവമായിരുന്നു. അന്ന് അത്ര ഒരു എന്താ പറയുക, എല്ലാവരുമായിട്ട് ഇങ്ങനെ വഴക്കിടണമെന്നും ഷാനവാസിക്ക് അന്ന് ഇല്ലായിരുന്നു. ബിക്കോസ് തീരാൻ പോകുന്നൊരു സംഭവമാണ്. എന്തിനാണ് വെറുതെ വഴക്കിട്ട്, ഓൾറെഡി ആൾക്കാർ വിധി എഴുതിയിട്ടുണ്ട്.
എന്താണ്, ആരായിരിക്കണം ഫസ്റ്റ്, ആരായിരിക്കണം വിന്നർ ആയിരിക്കണം എന്നൊക്കെ വിധി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസിക്ക് ഒത്ര എന്താ പറയുക, എല്ലാവരോടും നല്ല രീതിയിലാണ് നിന്നത്. ഒരാളോട് പോലും മുഖം കറുപ്പിക്കാതെ, ഈവൻ മസ്താനിയോട് പോലും നല്ല രീതിയിൽ പോയി സംസാരിച്ച്, മസ്താനി ഇരുന്ന് കരയുമ്പോൾ തന്നെ മസ്താനിയെ നല്ലപോലെ ആശ്വസിപ്പിച്ച് അവരുടെ എല്ലാവരുടെയും കൂടെ നിന്നാണ് ഷാനവാസിക്ക നിന്നത്. അതുകൊണ്ട് ആരെയും വെറുപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പോയ സമയത്ത് റീ എൻട്രി നടന്ന് ആൾക്കാർ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഷാനവാസിക്ക ബിൻസിയോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് അവർക്കൊരു ലൈഫ് ഉണ്ടെന്നും ഇനി അത് പറഞ്ഞത് കൊണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടുമായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. കാരണം നമ്മളൊന്നും കേട്ടില്ല, RJ ബിൻസി ഇരുന്നാണ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. എനിവേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസിക്കയുടെ നല്ല മനസ്സെന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് പിന്നെ അത് വലച്ചവച്ച് ഇടണ്ട. കാരണം ഇനി ഇൻ്റർവ്യൂസ് എങ്കിലും കൊടുക്കാൻ നേരം എല്ലാവരും ഇനി അത് ചോദിക്കും. മനസ്സിലായോ? വെറുതെ അവരുടെ ലൈഫ് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാവരണം ഷാനവാസിക്ക അങ്ങനെ ചെയ്തത്. എനിവേ ഷാനവാസിക്കയെ കാണുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലും പറയുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ പോലും കാണുന്നില്ലല്ലോ. ഷാനവാസിക്ക എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് വരട്ടെ. ഹി വിൽ ബി കം ബാക്ക്. അപ്പം നല്ല രീതിയിൽ ഈവൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നില്ലെങ്കിൽ കൂടിയും ആൾ ബിഗ് സ്ക്രീനിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിവേ താങ്ക് യു.